ഹലോ ഡിയേഴ്സ്, ഇന്ന് മാത്തമാറ്റിക്സിലെ സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള ആവറേജിൻ്റെ ലാസ്റ്റ് പാർട്ട്, അതായത് ടെക്സ്റ്റ് ബുക്കിലുള്ള പേജ് നമ്പർ 24-25 അവിടെ ഒരുപാട് പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്. അതിൽ 4th പ്രോബ്ലംസ് വരെ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഫസ്റ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 5. The average rainfall per month during 2014 in a place was calculated to be 23 centimeter. The total rainfall there during June, July and August was 150 centimeters. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു സ്ഥലത്ത് 2014 പെയ്തിട്ടുള്ള മഴയുടെ കണക്കെടുത്ത സമയത്ത് ഒരു മാസം ആവറേജ് ശരാശരി 23 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായിട്ട് ആകെ 150 സെൻറ്റിമീറ്റർ 150 സെൻറ്റിമീറ്റർ മഴയാണ് പെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് താഴെയുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദി ആവറേജ് റെയിൻഫോൾ പെർ മന്ത് ഡ്യൂറിങ് ദീസ് 3 months? ഈ 3 മാസങ്ങളിൽ മാത്രം എടുത്തു കഴിഞ്ഞാൽ, ഇത് 3 മാസം ജൂൺ ജൂലൈ ഓഗസ്റ്റ്, ഈ 3 മാസങ്ങളിൽ കണക്കെടുത്തു കഴിഞ്ഞാൽ ഒരു മാസത്തെ ശരാശരി ആവറേജ് മഴ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അതിലുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വാസ് ദി ടോട്ടൽ റെയിൻഫോൾ ഡ്യൂറിങ് ദി എൻറ്റയർ ഇയർ ഓഫ് 2014? 2014 ആകെ എത്ര സെൻറ്റിമീറ്റർ മഴയാണ് പെയ്തിട്ടുള്ളത്? അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ആവറേജ് റെയിൻഫോൾ പെർ മന്ത് ഡ്യൂറിങ് ദി അതർ 9 months? മറ്റ് 9 മാസങ്ങൾ. നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആണ്. അപ്പോൾ അത് ഒഴികെയുള്ള മറ്റ് 9 മാസങ്ങൾ മാത്രം എടുത്തു കഴിഞ്ഞാൽ ഒരു മാസത്തെ ശരാശരി മഴ, ആവറേജ് മഴ എത്രയാണ്? നമുക്ക് ഈ ഓരോ പ്രോബ്ലവും 1 by 1. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്ന് നോക്കാം. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന 3 മാസം മാത്രം എടുത്തിട്ട് ഒരു മാസത്തെ, അതായത് ആവറേജ് റെയിൻഫോൾ പെർ മന്ത് കാണുകയാണ് ചെയ്യുന്നത്. സോ ആവറേജ് റെയിൻഫോൾ ഈസ് ഈക്വൽ ടു ടോട്ടൽ റെയിൻഫോൾ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മന്ത്സ്. ഇപ്പോൾ ഈ ആവറേജ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പറാണ്. അത് ഓരോ ക്വസ്റ്റ്യൻ്റെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഏതാണോ ടോട്ടൽ, ഏതിൻ്റെയാണോ ടോട്ടൽ, ഏതിൻ്റെയാണോ നമ്പർ എന്നുള്ളത് വ്യത്യാസപ്പെടും എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ റെയിൻ്റെ കാര്യമാണ് പറയുന്നത്. സോ ആവറേജ് റെയിൻഫോൾ ഈസ് ഈക്വൽ ടു ടോട്ടൽ റെയിൻഫോൾ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മന്ത്സ് ഈസ് ഈക്വൽ ടു ടോട്ടൽ റെയിൻഫോൾ എന്ന് പറയുന്നത് 150 സെൻറ്റിമീറ്റർ ആണ്. ആൻഡ് നമ്പർ ഓഫ് മന്ത് 3 മാസങ്ങളുടെ കാര്യമാണ് പറയുന്നത്. സോ നമ്പർ ഓഫ് മന്ത് ഈസ് ഈക്വൽ ടു 3. അപ്പോൾ 150 ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു 50 സെൻറ്റിമീറ്റർ എന്ന് ലഭിക്കും. ആവറേജ് റെയിൻഫോൾ ഈസ് ഈക്വൽ ടു 50 സെൻറ്റിമീറ്റർ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദി ടോട്ടൽ റെയിൻഫോൾ ഡ്യൂറിങ് ദി എൻറ്റയർ ഇയർ ഓഫ് 2014 ആണ് ചോദിച്ചിരിക്കുന്നത്. 2014 ആകെ എത്ര സെൻറ്റിമീറ്റർ മഴ പെയ്തിട്ടുണ്ട്? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് ടോട്ടൽ റെയിൻഫോൾ ഫോർ എൻറ്റയർ ഇയർ അല്ലേ, ടോട്ടൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആവറേജ് ഇൻറ്റു നമ്പറാണ്. അപ്പോൾ എങ്ങനെ കിട്ടും? യെസ്, ആവറേജ് റെയിൻഫോൾ പെർ മന്ത് ഇൻറ്റു നമ്പർ ഓഫ് മന്ത്സ്. ആവറേജ് റെയിൻഫോൾ പെർ മന്ത് 23 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതുപോലെ നമ്പർ ഓഫ് മന്ത് ഇൻ എൻറ്റയർ ഇയർ എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിൽ 12 months ആണുള്ളത്. സോ നമ്പർ ഓഫ് മന്ത് 12. സോ ടോട്ടൽ റെയിൻഫോൾ ഫോർ എൻറ്റയർ ഇയർ ഈസ് ഈക്വൽ ടു 23 ഇൻറ്റു 12 ഈസ് ഈക്വൽ ടു 276 സെൻറ്റിമീറ്ററിന് ആൻസർ ലഭിക്കും. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദി ആവറേജ് റെയിൻഫോൾ പെർ മന്ത് ഡ്യൂറിങ് ദി അതർ 9 months? നമ്മളിപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ 3 മന്തിൻ്റെ 3 മാസത്തെ ആവറേജ് റെയിൻഫോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനിൽ ടോട്ടൽ റെയിൻഫോൾ ഫോർ എൻറ്റയർ ഇയറും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു വർഷം കംപ്ലീറ്റ് ആയിട്ടുള്ള 12 മാസത്തെ ടോട്ടൽ റെയിൻഫോളും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി തേർഡ് ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിക്കുന്നത്? മറ്റ് 9 മാസങ്ങളിലെ, അതായത് ജൂൺ ജൂലൈ
ഓഗസ്റ്റ്. ഈ 3 മാസങ്ങൾ ഒഴികെയുള്ള 9 മാസങ്ങൾ മാത്രം എടുത്തു കഴിഞ്ഞാൽ ഒരു മാസത്തെ ആവറേജ് റെയിൻ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. സോ റെയിൻഫോൾ ഫോർ 9 months ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? റെയിൻഫോൾ ഫോർ 12 months മൈനസ് റെയിൻഫോൾ ഫോർ 3 months. ദാറ്റ് ഈസ് ഈക്വൽ ടു 276 centimeter മൈനസ് 150 centimeter. അപ്പോൾ ഇവിടെ 150 centimeter 3 മാസത്തെ ടോട്ടൽ റെയിൻഫോൾ എന്ന് പറയുന്നത് 150 centimeter ആണെന്നൊക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ റെയിൻഫോൾ ഫോർ 9 months ഈസ് ഈക്വൽ ടു 126 centimeter എന്ന് ആൻസർ ലഭിക്കും. അപ്പോൾ ഇവിടെ ലഭിച്ചിരിക്കുന്ന 126 എന്ന് പറയുന്നത് 9 months ടോട്ടൽ റെയിൻഫോൾ ആണ്. 9 മാസത്തിലുണ്ടായ ടോട്ടൽ റെയിൻഫോൾ ആണ് 126. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആവറേജ് റെയിൻഫോൾ ഫോർ 9 months കാണാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മൾ ആവറേജിൻ്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ആവറേജ് റെയിൻഫോൾ ഫോർ 9 months ഈസ് ഈക്വൽ ടു ടോട്ടൽ റെയിൻഫോൾ ഫോർ 9 months ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മന്ത്സ് ഈസ് ഈക്വൽ ടു 126 ഡിവൈഡഡ് ബൈ 9. ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എന്ത് കിട്ടും? 14 centimeter ലഭിക്കും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 6th question. When a person calculated his expenses from Sunday to Thursday, he found the average expenditure to be 400 rupees per day. Including Friday, the average increased to 430 rupees per day. How much did he spend on Friday? Including Saturday, the average decreased to 390 rupees per day. How much did he spend on Saturday? ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് സ്റ്റെപ്പായിട്ട് നോക്കാം. ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ ഒരാളുടെ ചെലവ് കണക്കാക്കിയ സമയത്ത്, എക്സ്പെൻസ് കണക്കാക്കിയ സമയത്ത് ഒരു ദിവസത്തെ ആവറേജ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 400 rupees ആയിരുന്നു. അതായത് ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയുള്ള ദിവസങ്ങളിലുള്ള ആവറേജ് എക്സ്പെൻസ് എന്ന് പറയുന്നത് 400 rupees. ഇനി വേറൊരു കാര്യമാണ് പറയുന്നത്, വെള്ളിയാഴ്ചത്തെ എക്സ്പെൻസ് കൂടി കൂട്ടിയ സമയത്ത്, ചിലവ് കൂടി കൂട്ടിയ സമയത്ത് ആവറേജ് എക്സ്പെൻസ് 430 rupees ആയി. ഓക്കെ, അപ്പോൾ ആ സമയത്ത് വെള്ളിയാഴ്ചത്തെ എക്സ്പെൻസ് എത്രയാണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടി ചോദിക്കുന്നുണ്ട്. സാറ്റർഡേ ശനിയാഴ്ചത്തെ ചിലവും കൂടി കൂട്ടിയപ്പോൾ ആവറേജ് എക്സ്പെൻസ് 390 rupees ആയിട്ട് കുറഞ്ഞു. അപ്പോൾ സാറ്റർഡേ ശനിയാഴ്ചത്തെ എക്സ്പെൻസ് എത്ര രൂപയാണ്? അപ്പോൾ ക്വസ്റ്റ്യൻ കണ്ടിട്ട് കൺഫ്യൂസ്ഡ് ആവേണ്ട, നമുക്ക് സ്റ്റെപ്പായിട്ട് ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ആൻസറിലേക്ക് പോവാം. ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ്റെ ആദ്യ ഭാഗത്ത് തന്നിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ടോട്ടൽ എക്സ്പെൻസ് ഫ്രം സൺഡേ ടു തേഴ്സ്ഡേ കണ്ടുപിടിക്കാം. സോ ആവറേജ് എക്സ്പെൻസ് ഫ്രം സൺഡേ ടു തേഴ്സ്ഡേ ഈസ് ഈക്വൽ ടു 400 rupees. അതായത് ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയുള്ള ദിവസങ്ങളിലുള്ള ചിലവ് കണക്കാക്കിയ സമയത്ത് ഒരു ദിവസത്തെ ആവറേജ് എക്സ്പെൻസ് 400 rupees ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതിനുശേഷം നമ്പർ ഓഫ് ഡേയ്സ് ഫ്രം സൺഡേ ടു തേഴ്സ്ഡേ, ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയുള്ള ദിവസങ്ങളുടെ എണ്ണം 5. ഓക്കെ, ഈ ഒരു 2 കാര്യം ഉപയോഗിച്ചിട്ട് ആവറേജും ഉണ്ട് നമ്പർ ഓഫ് ഡേയ്സും ഉണ്ട്. നമുക്ക് ടോട്ടൽ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ആവറേജ് ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ്. സോ ടോട്ടൽ എക്സ്പെൻസ് ഫ്രം സൺഡേ ടു തേഴ്സ്ഡേ ഈസ് ഈക്വൽ ടു ആവറേജ് എക്സ്പെൻസ് ഇൻറ്റു നമ്പർ ഓഫ് days. That is equal to 400 into 5 is equal to 2000 rupees. അതായത് സൺഡേ മുതൽ തേഴ്സ്ഡേ വരെയുള്ള ടോട്ടൽ എക്സ്പെൻസ് ആകെ ചിലവായത് 2000 rupees ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് വെള്ളിയാഴ്ചത്തെ ചിലവ് കൂടി കൂട്ടിയ സമയത്ത് ആവറേജ് എക്സ്പെൻസ് 430 rupees ആയി. അപ്പോൾ വെള്ളിയാഴ്ചത്തെ ഫ്രൈഡേൻ്റെ എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തിട്ടുള്ളത്. ദെൻ നമുക്ക് ഫ്രൈഡേൻ്റെ എക്സ്പെൻസ് കാണാൻ വേണ്ടിയിട്ട്
ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഫ്രൈഡേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടോട്ടൽ എക്സ്പെൻസ് കാണാം. അതായത് സൺഡേ മുതൽ ഫ്രൈഡേ വരെയുള്ള ടോട്ടൽ എക്സ്പെൻസ് കൂടി കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് അവിടെ എഴുതാം. ആവറേജ് എക്സ്പെൻസ് ഇൻക്ലൂഡിങ് ഫ്രൈഡേ ഈസ് ഈക്വൽ ടു 430 rupees. നമ്പർ ഓഫ് ഡേയ്സ് ഫ്രം സൺഡേ ടു ഫ്രൈഡേ. സൺഡേ മുതൽ ഫ്രൈഡേ വരെ 6 days ആണുള്ളത്. സോ നമ്പർ ഓഫ് ഡേയ്സ് ഈസ് ഈക്വൽ ടു 6. ടോട്ടൽ എക്സ്പെൻസ് ഫ്രം സൺഡേ ടു ഫ്രൈഡേ ഈസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ടോട്ടൽ കാണാൻ വേണ്ടിയിട്ട് ആവറേജ് ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ്. അതായത് ടോട്ടൽ എക്സ്പെൻസ് ഫ്രം സൺഡേ ടു ഫ്രൈഡേ ഈസ് ഈക്വൽ ടു 430 ഇൻറ്റു 6 ഈസ് ഈക്വൽ ടു 2580 rupees. ഇപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം നമ്മൾ ചെയ്ത് കണ്ടുപിടിച്ചത് ഫ്രൈഡേ ഉൾപ്പെട്ടിട്ടില്ലാത്ത സൺഡേ മുതൽ തേഴ്സ്ഡേ വരെയുള്ള ടോട്ടൽ എക്സ്പെൻസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. സൺഡേ മുതൽ ഫ്രൈഡേ വരെയുള്ള ടോട്ടൽ എക്സ്പെൻസും നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു 2 ടോട്ടലിൽ നിന്നും നമുക്ക് എക്സ്പെൻസ് ഓൺ ഫ്രൈഡേ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എക്സ്പെൻസ് ഓൺ ഫ്രൈഡേ ഈസ് ഈക്വൽ ടു എക്സ്പെൻസ് ഫ്രം സൺഡേ ടു ഫ്രൈഡേ മൈനസ് എക്സ്പെൻസ് ഫ്രം സൺഡേ ടു തേഴ്സ്ഡേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2580 മൈനസ് 2000 ഈസ് ഈക്വൽ ടു 580 rupees. ഇപ്പോൾ ഫ്രൈഡേയുടെ എക്സ്പെൻസ് വെള്ളിയാഴ്ച എത്ര രൂപയാണ് ചിലവായിട്ടുള്ളത്? 580 rupees നമുക്ക് ആൻസർ ലഭിക്കും. പിന്നെ ആ ഒരു ക്വസ്റ്റ്യനിൽ വേറൊരു ക്വസ്റ്റ്യനും കൂടി പറയുന്നുണ്ട്. സാറ്റർഡേയുടെ ചിലവും കൂടി കൂട്ടിയപ്പോൾ ആവറേജ് എക്സ്പെൻസ് 390 rupees ആയിട്ട് കുറഞ്ഞു. അതുകൊണ്ട് സാറ്റർഡേയുടെ എക്സ്പെൻസ്, ശനിയാഴ്ചത്തെ എക്സ്പെൻസ് എത്ര രൂപയാണെന്നും കൂടി ചോദിക്കുന്നുണ്ട്. സോ അവിടെ സാറ്റർഡേയുമായിട്ട് ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് അവിടെ എഴുതാം. ആവറേജ് എക്സ്പെൻസ് ഇൻക്ലൂഡിങ് സാറ്റർഡേ ഈസ് ഈക്വൽ ടു 390 rupees. നമ്പർ ഓഫ് ഡേയ്സ് ഫ്രം സൺഡേ ടു സാറ്റർഡേ. സൺഡേ മുതൽ സാറ്റർഡേ വരെ 7 days ആണുള്ളത്. സോ നമ്പർ ഓഫ് ഡേയ്സ് ഫ്രം സൺഡേ ടു സാറ്റർഡേ ഈസ് ഈക്വൽ ടു 7. ടോട്ടൽ എക്സ്പെൻസ് ഇൻക്ലൂഡിങ് സാറ്റർഡേ. നമ്മൾ കഴിഞ്ഞ 2 കേസിലും ടോട്ടൽ എക്സ്പെൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ടോട്ടൽ കാണാൻ വേണ്ടിയിട്ട് ആവറേജ് ഇൻറ്റു നമ്പർ. ഇവിടെ ആവറേജ് എക്സ്പെൻസ് ഓരോ ദിവസത്തെയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ആവറേജ് വന്നിട്ടുള്ളത് ആവറേജ് എക്സ്പെൻസ് ഇൻക്ലൂഡിങ് സാറ്റർഡേ ഉൾപ്പെട്ടിട്ടുള്ള ആവറേജ് ആണ് വേണ്ടത്. ദാറ്റ് ഈസ് 390 rupees. സോ ടോട്ടൽ എക്സ്പെൻസ് ഇൻക്ലൂഡിങ് സാറ്റർഡേ ഈസ് ഈക്വൽ ടു 390 ഇൻറ്റു 7 ഈസ് ഈക്വൽ ടു 2730 rupees. ഇനി ഇതിൽ നിന്ന് നമുക്ക് എക്സ്പെൻസ് ഓൺ സാറ്റർഡേ കാണാൻ പറ്റും. എക്സ്പെൻസ് ഓൺ സാറ്റർഡേ ഈസ് ഈക്വൽ ടു ടോട്ടൽ എക്സ്പെൻസ് ഇൻക്ലൂഡിങ് സാറ്റർഡേ മൈനസ് ടോട്ടൽ എക്സ്പെൻസ് ഫ്രം സൺഡേ ടു ഫ്രൈഡേ. അപ്പോൾ ഇവിടെ നമ്മൾ തൊട്ട് മുകളിലായിട്ട് ടോട്ടൽ എക്സ്പെൻസ് ഇൻക്ലൂഡിങ് സാറ്റർഡേ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൻ്റെ മുന്നത്തെ സ്റ്റെപ്പിൽ ടോട്ടൽ എക്സ്പെൻസ് ഫ്രം സൺഡേ ടു ഫ്രൈഡേ വരെയുള്ള എക്സ്പെൻസും കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ സാറ്റർഡേ വരെയുള്ള എക്സ്പെൻസിൽ നിന്നും ഫ്രൈഡേ വരെയുള്ള എക്സ്പെൻസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ സാറ്റർഡേയുടെ എക്സ്പെൻസ് കണ്ടുപിടിക്കാൻ പറ്റും. സോ എക്സ്പെൻസ് ഓൺ സാറ്റർഡേ ഈസ് ഈക്വൽ ടു 2730 മൈനസ് 2580 ഈസ് ഈക്വൽ ടു 150 rupees. അപ്പോൾ സാറ്റർഡേയുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത് 150 rupees ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതുന്ന സമയത്ത് നമ്മൾ സ്റ്റെപ്പായിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. 7th question. 40 children of class 6 donated 50 rupees on average to the mutual aid fund. 30 children of class 5 donated 800 rupees in all. If we consider both classes together, how much did each donate on average? ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒരു സഹായനിധിയിലേക്ക് ഫണ്ടിലേക്ക് 6ാം ക്ലാസ്സിലുള്ള 40 ചിൽഡ്രൻ 40 കുട്ടികൾ ആവറേജ് 50 rupees വീതവും 5ാം ക്ലാസ്സിലുള്ള 30 ചിൽഡ്രൻസ് 30 കുട്ടികൾ 800 rupees കൊടുത്തു. ഈ 2 ക്ലാസ്സിലെയും കുട്ടികളെ
ഒരുമിച്ചെടുത്തു കഴിഞ്ഞാൽ അവരിൽ ഒരാൾ ആവറേജ് എത്ര രൂപ കൊടുത്തു എന്നാണ് കാണേണ്ടത്. നമുക്ക് ആൻസറിലേക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് 6th ക്ലാസ്സിൻ്റെ കാര്യം നോക്കാം. നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ ക്ലാസ് 6 ഈസ് ഈക്വൽ ടു 40. ആവറേജ് എമൗണ്ട് ഡൊണേറ്റഡ് ബൈ ഈച്ച് സ്റ്റുഡൻറ്റ് ഈസ് ഈക്വൽ ടു 50 rupees. Total amount donated by class 6 is equal to average amount donated into number of children is equal to 50 into 40 is equal to 2000 rupees. അതായത് 6ാം ക്ലാസ്സിലുള്ള കുട്ടികൾ ടോട്ടലായിട്ട് ഡൊണേറ്റ് ചെയ്തത് 2000 rupees ആണ്. ഇനി നമുക്കിതേപോലെ ക്ലാസ് 5ൻ്റെ കാര്യം നോക്കാം. ടോട്ടൽ എമൗണ്ട് ഡൊണേറ്റഡ് ബൈ ക്ലാസ് 5 ഈസ് ഈക്വൽ ടു 800 rupees. നമ്പർ ഓഫ് സ്റ്റുഡൻറ്റ്സ് ഇൻ ക്ലാസ് 5 ഈസ് ഈക്വൽ ടു 30. ടോട്ടൽ എമൗണ്ട് ഡൊണേറ്റഡ് ബൈ ക്ലാസ് 6 ആൻഡ് ക്ലാസ് 5 ഈസ് ഈക്വൽ ടു 2000 പ്ലസ് 800 ഈസ് ഈക്വൽ ടു 2800 rupees. ദെൻ നമുക്ക് കാണാനുള്ളത് ഇഫ് വി കൺസിഡർ both classes together how much did each donate on average. 2 ക്ലാസ്സിലെയും കുട്ടികളെ ഒരുമിച്ചെടുത്തു കഴിഞ്ഞാൽ അവരിൽ ഒരാൾ ശരാശരി എത്ര രൂപ കൊടുത്തു എന്നാണ് കാണേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ക്ലാസ്സുകളിലെയും കുട്ടികളുടെ ടോട്ടൽ നമ്പർ വേണം. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻറ്റ്സ് ഇൻ ക്ലാസ് 6 ആൻഡ് ക്ലാസ് 5 ഈസ് ഈക്വൽ ടു 40 പ്ലസ് 30 ഈസ് ഈക്വൽ ടു 70. Then we can find average amount donated by a student considering both the class together is equal to total amount by both the class divided by total students in both the class is equal to 2800 divided by 70 is equal to 40 rupees. അതായത് ഇവിടെ ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് എടുത്തിരിക്കുന്നത് 6ാം ക്ലാസ്സിലെയും 5ാം ക്ലാസ്സിലെയും കുട്ടികൾ ആകെ ഡൊണേറ്റ് ചെയ്ത റുപ്പീസാണ്. ദെൻ ടോട്ടൽ സ്റ്റുഡൻസ് എന്ന് പറയുമ്പം 2 ക്ലാസ്സുകളിലെയും സ്റ്റുഡൻസിൻ്റെ ടോട്ടൽ നമ്പർ. നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ആൻസർ 40 rupees. 2 ക്ലാസ്സുകളിലെയും കുട്ടികളെ ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് ആവറേജ് ഒരു കുട്ടി ഡൊണേറ്റ് ചെയ്തത് 40 rupees. ദെൻ ആവറേജ് എന്നുള്ള യൂണിറ്റിലെ ലാസ്റ്റ് പ്രോബ്ലം 8th ക്വസ്റ്റ്യൻ നോക്കാം. 3 groups of 10 kids. The average weight of a kid in each group is 35 kilograms. One more kid joined each group. 10 കുട്ടികൾ വീതമുള്ള 3 ഗ്രൂപ്പ്. 3 ഗ്രൂപ്പിലും ഒരാളുടെ ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് 35 കിലോഗ്രാം ആണ്. അപ്പോൾ ഓരോ ഗ്രൂപ്പിലും പുതിയ ഒരു ആൾ കൂടി, പുതിയൊരു ന്യൂ മെമ്പർ കൂടി വന്നു ചേർന്നു. പിന്നെയാണ് അതിൻ്റെ ക്വസ്റ്റ്യൻസ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദി ആവറേജ് വെയിറ്റ് ഓഫ് എ കിഡ് ഇൻ ദി ഫസ്റ്റ് ഗ്രൂപ്പ് ഈസ് സ്റ്റിൽ 35 kilograms. ആദ്യത്തെ ഗ്രൂപ്പിലുള്ള ശരാശരി ആവറേജ് ഇപ്പോഴും 35 kilogram തന്നെയാണ്. രണ്ടാമത്തത് നോക്കാം. ദി ആവറേജ് വെയിറ്റ് ഓഫ് എ കിഡ് ഇൻ ദി സെക്കൻഡ് ഗ്രൂപ്പ് ഈസ് നൗ 36 kilograms. സെക്കൻഡ് ഗ്രൂപ്പിലുള്ള, രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ള ആവറേജ് എന്ന് പറയുന്നത് ഇപ്പോൾ 36 kilogram ആണ്. പുതിയൊരു മെമ്പർ കൂടി ജോയിൻ ചെയ്ത സമയത്തുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇനി തേർഡ് കണ്ടീഷൻ നോക്കാം, തേർഡ് കേസ് നോക്കാം. ദി ആവറേജ് വെയിറ്റ് ഓഫ് എ കിഡ് ഇൻ ദി തേർഡ് ഗ്രൂപ്പ് ഈസ് നൗ 34 kilograms. തേർഡ് ഗ്രൂപ്പിലുള്ള ആവറേജ് ഇപ്പോൾ 34 kilogram ആണ്. അപ്പോൾ ഇവിടെ നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് കമ്പ്യൂട്ട് ദി വെയിറ്റ് ഓഫ് ദി ന്യൂ കിഡ് ഇൻ ഈച്ച് ഗ്രൂപ്പ്. ഓരോ ഗ്രൂപ്പിലെയും പുതുതായിട്ട് വന്ന കുട്ടിയുടെ ഭാരം, വെയിറ്റ് കണക്കാക്കുക. നമ്മൾ ആ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഓരോ ഗ്രൂപ്പിലും 10 ചിൽഡ്രൻസ് ആണുള്ളത്, 10 കിഡ്സ് ആണുള്ളത്. അപ്പോൾ ആ 3 ഗ്രൂപ്പിലും ഓരോ പുതിയ ആൾക്കാർ, ന്യൂ മെമ്പർ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ ഓരോ ഗ്രൂപ്പിലും ആദ്യം ഉണ്ടായിരുന്ന ആവറേജിൽ വന്നിട്ടുള്ള മാറ്റമാണ് 1, 2, 3 എന്ന് പറഞ്ഞ് അവിടെ നമ്പർ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് ഓരോ ഗ്രൂപ്പിലും പുതുതായിട്ട് ജോയിൻ ചെയ്ത ന്യൂ മെമ്പറിൻ്റെ വെയിറ്റ് കണക്കാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഗ്രൂപ്പിൽ പുതുതായിട്ട് ജോയിൻ ചെയ്ത കുട്ടിയുടെ വെയിറ്റ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ടോട്ടൽ വെയിറ്റ് ഓഫ്
10 കിഡ്സ്, ആദ്യമേ ഉണ്ടായിരുന്ന 10 കുട്ടികളുടെ ടോട്ടൽ വെയിറ്റ് കാണാം. അപ്പം അതിന് വേണ്ടിയിട്ട് ആവറേജ് ഇൻറ്റു നമ്പർ ഓഫ് കിഡ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 35 ഇൻറ്റു 10 ഈസ് ഈക്വൽ ടു 350 കിലോഗ്രാം. 10 കുട്ടികളുടെ ടോട്ടൽ വെയിറ്റ് 350 കിലോഗ്രാം ആണെന്ന് കിട്ടി. അതിനുശേഷം പുതുതായി ജോയിൻ ചെയ്ത കുട്ടിയെ ചെയ്തിട്ടുള്ള ടോട്ടൽ വെയിറ്റ് കാണാം. ദാറ്റ് ഈസ് ടോട്ടൽ വെയിറ്റ് ഓഫ് 11 കിഡ്സ് ഈസ് ഈക്വൽ ടു 35 ഇൻറ്റു 11 ഈക്വൽ ടു 385 കിലോഗ്രാം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്നത് ഈ പുതുതായിട്ട് ജോയിൻ ചെയ്ത കുട്ടിയുടെയും കൂടിയുള്ള ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വെയിറ്റിൽ നിന്നും 10 കിഡ്സിൻ്റെ വെയിറ്റ് 10 കിഡ്സിൻ്റെ ടോട്ടൽ വെയിറ്റ് മൈനസ് ചെയ്യാം. ദാറ്റ് ഈസ് വെയിറ്റ് ഓഫ് ന്യൂ കിഡ് ഈസ് ഈക്വൽ ടു 385 മൈനസ് 350 ഈസ് ഈക്വൽ ടു 35 കിലോഗ്രാം. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഫസ്റ്റ് ഗ്രൂപ്പിൽ പുതുതായിട്ട് ജോയിൻ ചെയ്ത കുട്ടിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 35 കിലോഗ്രാം ആണ്. ഇനി നെക്സ്റ്റ് ഗ്രൂപ്പിൻ്റെ കാര്യം നോക്കാം. സെക്കൻഡ് ഗ്രൂപ്പിൽ പുതുതായിട്ടൊരു കുട്ടി കൂടി ജോയിൻ ചെയ്ത സമയത്ത് ആവറേജ് വെയിറ്റ് 35 നിന്നും 36 ആയിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ വെയിറ്റ് ഓഫ് 10 കിഡ്സ് നമ്മൾ നേരത്തെ കഴിഞ്ഞ ഗ്രൂപ്പിൽ ചെയ്തതുപോലെ അത് ഓക്കെയാണ്. അതുപോലെ തന്നെയാണ് 35 ഇൻറ്റു 10 ഈസ് ഈക്വൽ ടു 350 കിലോഗ്രാം. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. 3 ഗ്രൂപ്പിലെയും 10 കിഡ്സിൻ്റെ കാര്യം എടുക്കുന്ന സമയത്ത് ആവറേജ് വെയിറ്റ് 3 ഗ്രൂപ്പിലും 35 തന്നെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ടോട്ടൽ വെയിറ്റ് ഓഫ് 10 കിഡ്സ് എല്ലാ ഗ്രൂപ്പിലെയും സെയിം തന്നെയാണ്. അപ്പോൾ പുതുതായിട്ട് ഓരോ കുട്ടികൾ ജോയിൻ ചെയ്ത സമയത്താണ് ആവറേജ് വെയിറ്റിൽ മാറ്റം വന്നിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പിൽ ടോട്ടൽ വെയിറ്റ് ഓഫ് 11 കിഡ്സ് എത്രയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആവറേജ് വെയിറ്റ് 36 ആയി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 36 ഇൻറ്റു 11 ഇസ് ഈക്വൽ ടു 396 കിലോഗ്രാം. അതാണ് പുതുതായിട്ട് ഒരു കുട്ടി ജോയിൻ ചെയ്ത സമയത്ത് ഉള്ള ടോട്ടൽ വെയിറ്റ്. അപ്പോൾ അതിൽ നിന്നും പുതുതായിട്ട് ജോയിൻ ചെയ്ത കുട്ടിയുടെ വെയിറ്റ് നമ്മൾ നേരത്തെ ഫസ്റ്റ് ഗ്രൂപ്പിൽ കണ്ടതുപോലെ കാണാം. വെയിറ്റ് ഓഫ് ന്യൂ കിഡ് ഈസ് ഈക്വൽ ടു 396 മൈനസ് 350. ഇവിടെ 396 എന്ന് പറയുന്നത് 11 കിഡ്സിൻ്റെ ടോട്ടൽ വെയിറ്റ് ആണ്. 350 എന്ന് പറയുന്നത് 10 കിഡ്സിൻ്റെ ടോട്ടൽ വെയിറ്റ് ആണ്. അപ്പോൾ 396 മൈനസ് 350 ഈസ് ഈക്വൽ ടു 46 കിലോഗ്രാം. അതായത് സെക്കൻഡ് ഗ്രൂപ്പിൽ പുതുതായിട്ട് ജോയിൻ ചെയ്ത കുട്ടിയുടെ വെയിറ്റ് 46 കിലോഗ്രാം ആണ്. ഇനി തേർഡ് ഗ്രൂപ്പിൽ പുതുതായിട്ട് ജോയിൻ ചെയ്ത കുട്ടിയുടെ വെയിറ്റ് നോക്കാം. അപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ആവറേജ് വെയിറ്റ് ആദ്യം 35 ആയിരുന്നു. 10 കുട്ടികളുടെ ആവറേജ് വെയിറ്റ് 35 കിലോഗ്രാം ആയിരുന്നു. എന്നാൽ തേർഡ് ഗ്രൂപ്പിൽ പുതിയ കുട്ടി ജോയിൻ ചെയ്ത സമയത്ത് ആവറേജ് 34 കിലോഗ്രാം ആയിട്ട് മാറി. നമുക്ക് ആ കുട്ടിയുടെ വെയിറ്റ് നോക്കാം. കഴിഞ്ഞ 2 ഗ്രൂപ്പിലും ചെയ്തതുപോലെ ടോട്ടൽ വെയിറ്റ് ഓഫ് 10 കിഡ്സ് നമുക്കറിയുന്നതാണ്. 35 ഇൻറ്റു 10 ഈസ് ഈക്വൽ ടു 350 കിലോഗ്രാം. ദെൻ ടോട്ടൽ വെയിറ്റ് ഓഫ് 11 കിഡ്സ് പുതുതായിട്ട് വന്ന കുട്ടിയുടെയും ഉൾപ്പെട്ടിട്ടുള്ള ടോട്ടൽ വെയിറ്റ് കാണാൻ വേണ്ടിയിട്ട് പുതുതായിട്ടൊരു കുട്ടി വന്ന സമയത്ത് ആവറേജ് മാറിയിട്ടുണ്ട് അല്ലേ, 35 നിന്നും 34 ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആവറേജ് ഇൻറ്റു നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്നുള്ളത് 34 ഇൻറ്റു 11. അതായത് ടോട്ടൽ വെയിറ്റ് ഓഫ് 11 കിഡ്സ് ടോട്ടൽ കാണാൻ വേണ്ടിയിട്ട് ആവറേജ് ഇൻറ്റു നമ്പറാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടോട്ടൽ വെയിറ്റ് ഓഫ് 11 കിഡ്സ് ഈസ് ഈക്വൽ ടു 34 ഇൻറ്റു 11 ഈസ് ഈക്വൽ ടു 374 കിലോഗ്രാം. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ 2 കേസിലും ചെയ്തതുപോലെ വെയിറ്റ് ഓഫ് ന്യൂ കിഡ് ഈസ് ഈക്വൽ ടു 374 മൈനസ് 350 ഈസ് ഈക്വൽ ടു 24 കിലോഗ്രാം. ഇവിടെ 374 എന്ന് പറയുന്നത് 11 കിഡ്സിൻ്റെ പുതുതായിട്ട് ജോയിൻ ചെയ്ത കുട്ടിയുടെ വെയിറ്റും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വെയിറ്റ് ആണ്. 350 എന്ന് പറയുന്നത് ആദ്യമേ ഉണ്ടായിരുന്ന 10 കിഡ്സിൻ്റെ വെയിറ്റ് ആണ്. അപ്പോൾ 11 കിഡ്സിൻ്റെ വെയിറ്റിൽ നിന്നും 10 കിഡ്സിൻ്റെ വെയിറ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതുതായിട്ട് ജോയിൻ ചെയ്ത കുട്ടിയുടെ വെയിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. സോ വെയിറ്റ് ഓഫ് ന്യൂ കിഡ് ഇൻ തേർഡ് ഗ്രൂപ്പ് ഈസ് ഈക്വൽ ടു 24 കിലോഗ്രാം. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമ്മുടെ മാത്തമാറ്റിക്സിലുള്ള സെക്കൻഡ് യൂണിറ്റ് ആവറേജിൽ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ക്വസ്റ്റ്യനും ആൻസറും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് യൂണിറ്റുമായിട്ട് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ വരാം. ഓക്കെ, താങ്ക് യു.